ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 18. യദാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തദാ. വിശേഷേണ സംയതമായിരിക്കുന്ന അന്ധക്കരണം ആത്മാവിൽ തന്നിൽ തന്നെ ഉറച്ചിരിക്കുന്നതെപ്പോഴോ സർവകാമങ്ങളിൽ നിന്നും വിരക്തനായ അയാൾ അപ്പോൾ യുക്തൻ എന്ന് പറയപ്പെടുന്നു. അപ്പൊ എപ്പോഴാണ് ഒരാൾ യോഗയുക്തനാകുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ വിസ്തരിക്കുന്നത്. വിനിയതമായ ചിത്തം ആത്മാവിൽ തന്നെ എപ്പോഴാണോ ഉറച്ചു നിൽക്കുന്നത് അപ്പോഴാണ് അയാൾ യോഗയുക്തനാവുന്നത്. ഇപ്പൊ വിനിയതമായ ചിത്തം എന്ന് പറഞ്ഞാൽ വിശേഷേണ നിയമിതമായ ചിത്തം. അപ്പോൾ ഒരാളുടെ ചിത്തം അന്ധക്കരണം വിശേഷേണ നിയമിതമാവണമെങ്കിൽ പെട്ടെന്ന് അയാൾ ജപധ്യാനങ്ങളിലേക്ക് അങ്ങ് പോയി കണ്ണടച്ച് ധ്യാനിച്ചിട്ട് കാര്യമില്ല. അതിനെന്ത് വേണം? അതിന് പ്രാഥമികമായ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യണം. അത് യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണകളായാലും അതുപോലെ തന്നെ ജപകീർത്തനങ്ങളായാലും പൂജാതി കർമ്മങ്ങളോ ക്ഷേത്രാദി ഉപാസനാ വിധാനങ്ങളോ ശ്രവണ മനനങ്ങളോ എന്തോ ആകട്ടെ, അതിലൂടെയൊക്കെ നമ്മുടെ അന്ധക്കരണത്തെ നിയമിച്ച് സ്വാധീനമാക്കുക എന്നതാണ് പ്രാഥമികമായ സാധന. അങ്ങനെ വിവിധാകാരത്തിൽ പരിണമിക്കുന്ന നമ്മുടെ അന്ധക്കരണ വൃത്തികളെ ക്രമികമായി സാധനാനുഷ്ഠാനങ്ങളിലൂടെ അങ്ങനെ ആത്മവശത്താക്കിയിട്ട്, ഇത് തന്നെയാണ് എല്ലാ സകല സാധനങ്ങളുടെയും ഉദ്ദേശ്യവും. അങ്ങനെ പല പല വൃത്തിവിശേഷങ്ങളിലായി ഛിന്ന ഭിന്നമായി ഭ്രമിച്ചോടാതെ ഒരാശ്രയത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്ഥിതി, അതാണ് ഏകാഗ്രത. അങ്ങനെ കേവലമായ ആത്മാവിൽ ഉറച്ച അന്ധക്കരണത്തിന്റെ സ്ഥിതിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പതഞ്ജലി മഹർഷിയുടെ വാക്യത്തിൽ പറഞ്ഞാൽ തഥാ ദ്രഷ്ടുസ്വരൂപേ അവസ്ഥാനം എന്ന് യോഗസൂത്രം പറയും. ദ്രഷ്ടാവിൻ്റെ സ്വരൂപത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പൊ ദ്രഷ്ടാവിൻ്റെ സ്വരൂപത്തിൽ തന്നിൽ തന്നെ താനായിട്ടിരിക്കുമ്പോൾ മറ്റു വിഷയങ്ങളിൽ നിന്നൊന്നും പരക്കം പായാതെ ഇരിക്കുന്ന സ്ഥിതി. അങ്ങനെ ഉള്ള ഒരാള് അയാൾക്ക് ചില വിശേഷണങ്ങൾ പറയുകയാണ്. അങ്ങനെയുള്ള ഒരാളുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് പറയാണ്? അയാൾ സർവകാമേഭ്യ നിസ്പൃഹ എന്നാണ് അയാളുടെ വിശേഷണങ്ങൾ. അയാൾക്ക് സ്പൃഹകൾ ഒഴിഞ്ഞിരിക്കും. സ്പൃഹ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് അർത്ഥം ആഗ്രഹം എന്നാണ്. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും ഒഴിവാക്കിയവരാണ് നിസ്പൃഹൻ. സർവകാമങ്ങളും ഒടുങ്ങിയിരിക്കുന്നവനാണ് യോഗയുക്തൻ. അപ്പോൾ ഇവിടെ കാണപ്പെടുന്നതും കാണപ്പെടാത്തവയുമായ സർവ കാമനകളും, ഭാവിയിൽ വരാൻ പോകുന്ന ആഗ്രഹങ്ങളായാലും അതിനെക്കുറിച്ചുള്ള ചിന്തകളായാലും ഇപ്പം നേടിക്കൊണ്ടിരിക്കുന്ന ആഗ്രഹങ്ങളായാലും എല്ലാം വെടിഞ്ഞിരിക്കുന്ന ആള്. അങ്ങനെയുള്ള സ്വർഗീയ സുഖങ്ങളാവട്ടെ, ലൗകികങ്ങളും ആയിരിക്കുന്ന ഈ ലോകകാര്യത്തിലുള്ള സുഖങ്ങളാവട്ടെ, സർവവും തൻ്റെ സ്വരൂപത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നിവൃത്തങ്ങളാകൂ. ഏതിനാണോ പ്രസക്തി അപ്പോൾ മറ്റെല്ലാം അപ്രസക്തമായി തീരും. വിഷയങ്ങളിലുള്ള തുച്ഛമായിരിക്കുന്ന സുഖത്തെ എന്നാണോ അയാൾക്ക് തുച്ഛങ്ങളായി കാണാൻ പറ്റുന്നത് അപ്പോൾ അത് അപ്രസക്തമായി തീരുകയും ആത്മാവിലുള്ള ആനന്ദത്തെ, ധ്യാനത്തിൽ നേടുന്ന ആ ആനന്ദത്തെ പ്രസക്തമായി കാണാനും സാധിക്കുന്നത് അപ്പോഴാണ് അയാൾ ധ്യാനത്തിന് യോഗ്യനായിത്തീരുന്നത്. അതിന് മറ്റുള്ളതിലുള്ള തുച്ഛബുദ്ധിയെ വിചാരം കൊണ്ട് പ്രാഥമിക സാധനാനുഷ്ഠാനങ്ങളെ കൊണ്ട് ഏകാഗ്രതയിലൂടെയൊക്കെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഉപനിഷത്ത് പറയുന്നത് നോക്കൂ. ആത്മാനം ചേത് വിജാനീയാദയമസ്മീതി പൂരുഷ കിമിച്ചൻ കസ്യ കാമായ ശരീരമനുസഞ്ചരേത് എന്ന് ബൃഹദാരണ്യോപനിഷത്ത് പറയും. ഈ ആത്മാവ് ഞാനാകുന്നു എന്ന് ഒരാൾ അറിഞ്ഞുവെങ്കിൽ പിന്നെ അയാൾ എന്തിനെ ഇച്ഛിക്കുന്നവനായിത്തീരുന്നു?
ആരുടെ കാമത്തിനായിക്കൊണ്ട് അയാൾ പോകുന്നു? ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാ എന്ന് മുണ്ടകോപനിഷത്ത് പറയും. ഇവിടെ തന്നെ സർവകാമങ്ങളും പൂർണ്ണമായി വിലയിക്കുന്നു. ഇങ്ങനെ വിശേഷേണ നിയമിതമായ അന്ധക്കരണം തന്നിൽ തന്നെ താനെന്ന് പറയുന്ന ആത്മാവിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സ്ഥിതിയിൽ സർവകാമങ്ങളിൽ നിന്നും വിരക്തനായ നിസ്പൃഹനായ ആളാണ് യോഗയുക്തൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഈ കാമ്യ വിഷയങ്ങളിൽ ഒന്നിലും തൃഷ്ണയില്ലാതാവുക, നിസ്പൃഹ സർവകാമേഭ്യ, ആഗ്രഹം വെടിയുക എന്ന ആശയത്തെ പലരും വ്യാഖ്യാനിച്ചിരിക്കുന്നത് അഥവാ വ്യാഖ്യാനിച്ച് പോന്നിട്ടുള്ളത് കാമ്യവസ്തുക്കളുടെ നേരെയുള്ള ആഗ്രഹം വെടിയുക എന്ന അർത്ഥത്തിലാണ്. അത് സാധ്യമല്ല, അതെല്ലാവർക്കും സാധ്യമല്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും ധ്യാനം പരിശീലിക്കാൻ പറ്റില്ല എന്നർത്ഥം വരും. അങ്ങനെയല്ല, അവയിലുള്ള ആസക്തി വെടിയുക എന്ന് പറയുന്നതാണ് ശരി. രണ്ടും വലിയ അന്തരമുണ്ട്. ആഗ്രഹമല്ല അനർത്ഥഹേതു, ആസക്തിയാണ്. ഉദാഹരണം പറഞ്ഞാൽ ധനം ആഗ്രഹിക്കുന്നത് തെറ്റല്ല, അതിൽ ഇറങ്ങി പ്രവർത്തിക്കാനും സമ്പാദിക്കാനുള്ള പ്രേരണയും അയാൾക്കുണ്ടാവും, ഉത്സാഹവും ഉണ്ടാവും, നല്ലതാണ്. അതുവരെ അത് നല്ലതാണ്, അത്രത്തോളം അത് നല്ലതാണ്. എന്നാൽ അയാൾ ധനതൃഷ്ണയ്ക്ക് അടിമപ്പെട്ടു പോകുന്നത് അനർത്ഥമാണ്. ഇത് ഭജഗോവിന്ദത്തിലെ ചില വരികളെ ഉദ്ധരിച്ചുകൊണ്ട് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. അർത്ഥമനർത്ഥം ഭാവയ നിത്യം എന്ന്. അവിടെ അർത്ഥം അനർത്ഥം എന്ന് പറയുമ്പോൾ ധനം സമ്പാദിക്കുന്നത് അനർത്ഥമാണ് എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കരുത്. മറിച്ച് അർത്ഥം പരമാർത്ഥത്തിന് ദോഷമാണെന്നുള്ള, പരമാർത്ഥം എന്ന് പറഞ്ഞാൽ മോക്ഷം, ആത്യന്തിക ദുഃഖ നിവൃത്തി സ്വരൂപമാകുന്ന മോക്ഷത്തിന് ഈ ധനം ഗുണകരമല്ല. അതിൽ ധനം ഉണ്ടാക്കുക എന്നുള്ള തൃഷ്ണ ഒഴിയണം. അല്ല, ധനം വേണം. എവിടെയാണോ ധനമില്ലാത്ത സമൂഹം അവിടെ അത് അധപ്പതനത്തിലേക്ക് പോകും. അപ്പോൾ ധനം സമ്പാദിക്കണം, അതിനുള്ള ആഗ്രഹങ്ങൾ വേണം. പക്ഷേ ആ ധനത്തിന് അടിമപ്പെട്ടു പോകരുത്. നമ്മുടെ ചുറ്റുപാട് നമ്മൾ വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. എത്ര സമ്പാദിച്ചാലും തീരാതെ വീണ്ടും വീണ്ടും ധനസമ്പാദത്തിനായിക്കൊണ്ട് തൻ്റെ വീടിൻ്റെ സ്ഥിതി പോലും ചിന്തിക്കാതെ അങ്ങനെ ചത്തുപോകുന്നു പാവം ശിവ. അയാൾ എന്നും പണം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അയാളുടെ വീടും കുടുംബവും ഭാര്യയും ഭർത്താവും മക്കളും അതൊക്കെ അയാൾ അതിനപ്പുറത്തേക്ക് കാണുന്നില്ല. അയാളുടെ ജീവിതം വെറും പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ പോവുകയാണ്. മറ്റൊന്നിനും അയാൾക്ക് സമയമില്ല, ഒന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. അത്രയും അനർത്ഥഹേതുവായിട്ട് അതിലുള്ള ആസക്തി തീരുന്നു. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും, അത് ഭാര്യ ഭർത്തൃ കുടുംബ ജീവിതമാകുന്നതിലായിക്കോട്ടെ, എല്ലാ വിഷയങ്ങളിലും ആസക്തനായിട്ട് പോവരുത്. ആസക്തിയുള്ള ഒരാൾക്ക് ധ്യാനത്തിൽ ഉറക്കാൻ പറ്റില്ല. കുറച്ച് ആഗ്രഹങ്ങളില്ല എന്നതിന് അർത്ഥമെടുക്കരുത്. രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ധനത്തിൽ ആർക്കാണോ ആസക്തി വന്നു കഴിഞ്ഞത് അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ വെപ്രാളായി. അപ്പം അയാൾ ചെയ്യുന്നത് ഒന്നും നേരെയാവില്ല. പിന്നെ എങ്ങനെയാ ധ്യാനത്തിൽ ഉറക്കുക? സ്ഥായിയായിട്ടൊരു നേട്ടവും അയാൾക്ക് ഉണ്ടാവാനും പോകുന്നില്ല. മക്കളത് നഷ്ടപ്പെടുത്തുമോ എന്നുള്ളതായി, കള്ളൻ കൊണ്ടുപോകുമോ എന്നുള്ളതായി, താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ നാളെ എന്താവുമെന്നായി. ഇങ്ങനെ അനേകം പ്രശ്നങ്ങൾ അതിലുണ്ട്. അതേ സമയത്ത് ധനം ഉണ്ടാവുകയും വേണം. പക്ഷെ അതല്ല, അതായിരിക്കും നമ്മുടെ ജീവിത ലക്ഷ്യം. അതായിരിക്കരുത്. മാർഗത്തിൽ അതൊക്കെ വേണം. അതുകൊണ്ടാണ് മോക്ഷ മാർഗത്തെ പറയുമ്പോൾ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്ന് പറയാൻ കാരണം, ധർമ്മത്തിനനുസരിച്ച് സമ്പാദിക്കുന്ന അർത്ഥം, ധർമ്മവിരുദ്ധമായി അർത്ഥം സമ്പാദിക്കരുത്. ധർമ്മത്തിനനുകൂലമായ ധനം സമ്പാദനം ആവശ്യമാണ്. മറ്റൊരാളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ടതാവരുത് നമ്മുടെ ധനസമ്പാദനം. മറ്റുള്ളവരുടെ കണ്ണുനീരിൻ്റെ ആവരുത് നമ്മുടെ ധനം. അങ്ങനെ ധർമ്മത്തിനനുസരിച്ച് അർത്ഥം സമ്പാദിച്ച് ആ അർത്ഥം അനുവദിക്കുന്ന അത്രയേ കാമം പാടുള്ളൂ. അയൽവക്കക്കാരൻ്റെ അർത്ഥത്തിനനുസരിച്ച് നമ്മൾ കടം വാങ്ങിയിട്ട് നമ്മൾ കാമനകളെ നേടരുത്. വീട് വയ്ക്കുകയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അവനവൻ്റെ
കഴിവും പ്രാപ്തിയും അനുസരിച്ചിട്ട് വേണം തൻ്റെ കാമനകൾ ചിട്ടപ്പെടുത്തേണ്ടത്. അങ്ങനെയുള്ള മാത്രമേ സ്വസ്ഥതയിലൂടെ ഇതിനെയെല്ലാം അപ്രസക്തമായി പ്രസക്തമായിരിക്കുന്ന ആത്യന്തിക ദുഃഖ നിവൃത്തിയിലേക്ക് അയാൾക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് ഗീത ഇവിടെ ആവശ്യപ്പെടുന്നത് ആഗ്രഹം വെടിയാനല്ല, കാമ്യ വസ്തുക്കളോടുള്ള ആസക്തി വെടിയാനാണെന്ന് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആരുടെ മനസ്സ് വിഷയത്തിലുള്ള ആശ വിട്ട് ആശയാകുന്ന പാശമതിങ്കേന്ന് വേർവിടാതെ കരയേറുന്നു മേൽക്കുമേൽ. ആശ വിടണം. ആശ ഒരു കയറാണ്, അടിമയാക്കുന്നതാണ്. ഒന്നിനും അടിമയാവരുത്, ഒരു വിഷയങ്ങൾക്കും അടിമയാവരുത്. അവയെ താൻ അടിമയാക്കണം. മഹാഭാരതത്തിൽ പറയുന്ന പോലെ എല്ലാവരും ധനത്തിൻ്റെ ദാസന്മാരാണ്, ധനം ആരുടെയും ദാസനല്ല. ഈ വാക്ക് പ്രസക്തമാണ് ഇവിടെ. അതുകൊണ്ട് ആരുടെ മനസ്സ് വിഷയാശ വിട്ട് ആത്മാവിൽ രമിക്കുന്നുവോ അയാൾ യോഗയുക്തനത്രേ. ഒരു വിഷയങ്ങൾക്കും അയാൾ അടിമയാകരുത് എന്നർത്ഥം.